ഭൗതിക ശരീരത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. കാണാനും തൊടാനൊക്കെ പറ്റുന്ന ഫിസിക്കൽ ബോഡി. ദെൻ രണ്ടാമത് സൂക്ഷ്മ ശരീരം. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു ഏത് അറ്റം വരെ ഇതിന് പോകാൻ സാധിക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. സോ ഈ വീഡിയോയിൽ നമ്മൾക്ക് സൂക്ഷ്മ ശരീരം എന്താണെന്നുള്ളതും എസ്പെഷ്യലി ഏതൊക്കെ ടൈപ്പിലുണ്ട് എന്നുള്ളതും അതിലും പ്രധാനമായി യോഗികളുടെ പണ്ട് മഹാസമാധി എത്തിയ മഹായോഗികളുടെ സൂക്ഷ്മ ശരീരം ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്, അവരെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക, എന്താണ് ഭൗതിക ശരീരം, എന്താണ് സൂക്ഷ്മ ശരീരം. ഭൗതിക ശരീരം ഇതപ്പം നിങ്ങളുടെ 2 കൈയും 2 കാലും തലയൊക്കെയുള്ള ഒരു ഫിസിക്കൽ ബോഡി. ഈ ശരീരമാണ് ഒരു വ്യക്തിയുടെ ആയുസ് കഴിയുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോകുന്നത്. ഇതിനെയാണ് മരണം എന്ന് പറയുക, ശരീരം ഉപേക്ഷിക്കുക എന്ന് പറയും. ഇങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ശരീരത്തെ സംസ്കരിക്കുന്നത് വരെ അവരുടെ സൂക്ഷ്മ ശരീരം ചുറ്റിപ്പറ്റി നിൽക്കും. ഇത് പല റിലീജിയനിലും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ആ ഒരു സൂക്ഷ്മ ശരീരം, സട്ടിൽ ബോഡി അവിടെ തന്നെ ഉണ്ടാവും. ആ ഭൗതിക ശരീരത്തെ പൂർണ്ണമായും നശിപ്പിച്ചാൽ മാത്രമേ ആ സൂക്ഷ്മ ശരീരം അവരിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് പുതിയൊരു ശരീരം അന്വേഷിച്ച് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അവരവരുടെ ഫാമിലിയും അവരുടെ ശരീരവും ചുറ്റിപ്പറ്റി നിൽക്കും. ഈ ഒരു ചുറ്റിപ്പറ്റൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയകൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ സട്ടിൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇനി ഇതല്ലാതെ മറ്റൊരു 3 സട്ടിൽ ബോഡി ടൈപ്പ് കൂടിയുണ്ട്. 1, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ. നിങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത് ഇപ്പോൾ നോർമലി ഒരു നമ്പൂതിരി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ചേർന്ന് വന്ന് ഫോം ചെയ്തൊരു ക്ഷേത്രമല്ല, പകരം ഒരുപാട് വർഷങ്ങൾ, ആയിരക്കണക്കിനോ 100 കണക്കിനോ വർഷങ്ങൾ പഴക്കമുള്ള യോഗിയോ ഒരു സന്യാസിയോ ഒരു സിദ്ധനോ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ക്ഷേത്രമാണ് വിചാരിക്കുക. ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അവിടെ പറയുന്ന ദേവത ഏതാണോ ആ ദേവതയുടെ സട്ടിൽ ബോഡി ഉണ്ടാവും, സൂക്ഷ്മ ശരീരം ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഒരു കുഴപ്പം, എല്ലാവർക്കും അത് അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സൂക്ഷ്മ ശരീരം, ഇപ്പം ഭൗതിക ശരീരം നമുക്ക് എല്ലാവർക്കും കാണാം, എല്ലാവർക്കും മറ്റൊരു വ്യക്തിയുടെ ഫിസിക്കൽ ബോഡി നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ അവരുടെ സട്ടിൽ ബോഡി നമുക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ പോട്ടെ, നമ്മുടെ സട്ടിൽ ബോഡി പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിലായാലും ഇനി പറയാൻ പോകുന്ന മറ്റ് കാറ്റഗറിയിൽ നമുക്ക് അവരെ വ്യക്തമായിട്ട് കാണാനോ ആക്സസ് ചെയ്യാനോ സാധിക്കില്ല. ബിക്കോസ് ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭൗതിക ശരീരത്തിൻ്റെ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ് വിചാരിക്കുക. ഞാൻ വെറുതെ മനസ്സിലാവാൻ പറയാണ്, ഇതൊന്നും കറക്റ്റൊന്നും അല്ല. നിങ്ങളുടെ ഭൗതിക ശരീരത്തിൻ്റെ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ് വിചാരിക്കുക. ഈ വൈബ്രേഷനിലുള്ള, ഈ ഫ്രീക്വൻസിയിലുള്ള വസ്തുക്കളെയും മനുഷ്യരെയും സാധനങ്ങളെയും ലോകങ്ങളെയും മാത്രമേ നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. 21 നിങ്ങളുടെ കയ്യിൽ വരില്ല, 19 അറിയില്ല, 18 അറിയില്ല, 25 അറിയില്ല, 13 അറിയില്ല. നിങ്ങളുടെ തൊട്ട് മുൻപിൽ 30 ഹെർട്സ് ഉള്ള ഒരു ജീവി, ഒരു ബീയിങ് വന്ന് നിന്നാൽ പോലും നിങ്ങൾക്ക് അവരെ കാണുകയില്ല, അനുഭവിക്കുകയില്ല. കാരണം എന്താ? നിങ്ങളുടെ വൈബ്രേഷൻ 20 ഹെർട്സ് ആണ്. ഇനി വിഗ്രഹങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊരു ദേവതയാണ് അല്ലേ, വലിയൊരു ശക്തിയാണ്. അതിൻ്റെയൊക്കെ 20,000 30,000 crores ഓഫ് ഹെർട്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടാവും. ഈ 20 ഹെർട്സ് നിൽക്കുന്ന ഈ ഒരു സാധാ ആൾക്ക് ഒരിക്കലും അതിനെ പെർസീവ് ചെയ്യാൻ സാധിക്കില്ല. ഇത് അന്നത്തെ യോഗികൾക്കും ഋഷികൾക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു വിഗ്രഹത്തിൽ ഈ സൂക്ഷ്മ ശരീരത്തെ സ്റ്റോർ ചെയ്യുന്നത്. വിഗ്രഹം നമുക്ക് കാണാം അല്ലേ, അതൊരു മെറ്റലാണ്, എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ നമ്മളുടെയൊക്കെ ഫോക്കസ് ആ ഒരു വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു ശക്തി ഒരു ഭൗതിക വസ്തുവിൽ അടങ്ങിയത് കൊണ്ട് അതിൻ്റെ വൈബ്രേഷൻ, ആ ദേവതയുടെ വൈബ്രേഷൻ ഭൗതിക ലോകത്തിൻ്റെ വൈബ്രേഷനായിട്ട് മാച്ചായി സ്പ്രെഡ് ആവും. അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ചാർജിങ് പോർട്ടൽ. ഇങ്ങനെയാണ് ക്ഷേത്രങ്ങൾ വർക്കാവുന്നത്. സപ്പോസ് അവിടെ വിഗ്രഹമില്ല, പക്ഷേ ദേവതയുടെ എനർജി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കുട്ടിയും അനുഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സങ്കല്പ പ്രതിഷ്ഠ ചെയ്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ഒരു വിഗ്രഹവും ഇല്ല, എംപ്റ്റി സ്പേസ് ആണ്. അവിടെ പോയ ആളുകൾക്ക് അത് അനുഭവിക്കാൻ നല്ല കഷ്ടമാണ്. പക്ഷെ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാണെങ്കിലും അതെല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് അന്നത്തെ യോഗികളുടെ ഒരു ടെക്നിക്ക്. സൂക്ഷ്മ ശരീരം എല്ലാവർക്കും പെർസീവ് ചെയ്യാൻ അറിയില്ല എന്ന് അറിയുന്നത് കൊണ്ട് എല്ലാവർക്കും കാണുന്ന ഒരു വസ്തു, പക്ഷെ വളരെ ഇത്തരം എനർജികളെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വസ്തു, അതാണ് ഈ കോപ്പർ, ഗോൾഡ്, സിൽവർ പോലുള്ള സംഭവങ്ങളൊക്കെ, മെർക്കുറി പോലത്തെ. ഇതിനെ ഫോം ചെയ്ത് അതിലേക്ക് എനർജികളെ ആവാഹിച്ച് അത് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുന്നത്. ഇത് നമുക്ക് കാണാം. അങ്ങനെയാണ് സൂക്ഷ്മ ശരീരമായിട്ട് കണക്റ്റ് ആവുന്നത്.
ഇതാണ് അമ്പലങ്ങളിലെ സൂക്ഷ്മ ശരീരം. രണ്ടാമതാണ് ബീയിങ്സ്, നോൺ ഫിസിക്കൽ ബീയിങ്സ് എന്ന് പറയും. ഇപ്പം എല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം യക്ഷി, കല്യാങ്കാട്ട് നീലി, ഭൂതം, പ്രേതം, പിശാച്, ഇതൊക്കെ ഈ പറയുന്ന ബീയിങ്സ് തന്നെയാണ്. അവർക്കും ശരീരമുണ്ട്, അവർക്കും ലോകമുണ്ട്, അവർക്കും സഞ്ചാരമുണ്ട്, അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ വൈബ്രേഷൻ വേറെന്തോ ആണ്. 15 ഹെർട്സ്, 10 ഹെർട്സ്, 5 ഹെർട്സ്, ഇതൊക്കെ കാരണം നമുക്കവരെ അറിയാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ അവർക്ക് നമ്മളെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അത് വേറെ കുറേ ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അടുത്ത കാറ്റഗറി, ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ള കാറ്റഗറി യോഗികൾ. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മഹാസമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല, ഈ ഭൂമിയിൽ അവരുടെ യാതൊരു റെസഡ്യൂവും, യാതൊരു തെളിവുകളും, യാതൊരു എനർജി ബ്ലൂ പ്രിൻറ്റും ബാക്കി വയ്ക്കാതെ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ആ ഒരു യൂണിവേഴ്സിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈശ്വരൻ എന്ത് വേണമെങ്കിൽ വിളിക്കാം, ആ ഒരു അൾട്ടിമേറ്റ് സോഴ്സിലേക്ക് സ്വയം അലിഞ്ഞ് തീർന്ന മഹാ ആൾക്കാരെയാണ്, അല്ലെങ്കിൽ മഹാസമാധി എത്തിയ ആൾക്കാരെയാണ് മഹാസമാധിയായി എന്ന് പറയാം. മറ്റു ചിലർ നിർവികൽപ്പ സമാധിയായി എന്ന് പറയും, ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയും. ഇവർ ഒരു ട്വിസ്റ്റ് കാണിക്കും. മഹാസമാധി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇവിടുന്ന് കാലിയായി എന്നാണ്. പക്ഷേ ഇവരുടെ ശീലം വെച്ച് മിക്ക ആൾക്കാർ അങ്ങനെ പോവാറില്ല. ഒരു 100 പേര് മഹാസമാധി എത്തിക്കഴിഞ്ഞാൽ അതിൽ ഒരാൾ മാത്രമേ, ഒരേ ഒരു യോഗി മാത്രമേ എന്നേക്കുമായി അവരുടെ സൂക്ഷ്മ ശരീരത്തെയും അവരുടെ മുഴുവൻ ആ ഒരു എക്സിസ്റ്റൻസിനെയും ഈശ്വരനുമായി ലയിപ്പിക്കുകയുള്ളൂ. ബാക്കി 99 ആൾക്കാരും ഭൂമിയിൽ തന്നെ ഉണ്ടാവും. സൂക്ഷ്മ ശരീരമായിട്ട് ആ ഒരു സട്ടിൽ ബോഡിയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. അവരെങ്ങോട്ടും പോവില്ല. അപ്പം നമുക്ക് ഡൗട്ട് വരും, അവരെന്തിനാണ് അവിടെ നിൽക്കുന്നത്, പണി കഴിഞ്ഞ് പോയിക്കൂടെ, വൈ ആർ ദേ സ്റ്റേയിങ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ടാവും. കാരണം യോഗികളാണ്, അവരുടെ കാരണങ്ങൾ വളരെ ആഴമുള്ളതാണ്, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചിലരെന്താന്ന് പറഞ്ഞാൽ അവർ പലരെയും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും, പല സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്ക്. അങ്ങനെയാണ് പല കേസിലും നടക്കാറുള്ളത്. ഇപ്പോൾ സിദ്ധയോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ഗുരു പോയി കഴിഞ്ഞാൽ അവർക്ക് ഗൈഡ് ചെയ്യാൻ നല്ല കോമ്പറ്റൻ്റായ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അവർ ഭൂമിയിൽ തന്നെ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കും. മറ്റൊരു വലിയ എക്സാമ്പിളാണ് മഹാവതാർ ബാബാജി. അത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇനി മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ അവരൊരു അസിസ്റ്റൻ്റ് പോലെ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ ഇവിടെ ഉണ്ടാവും. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദർ ആർ സർട്ടൺ യോഗീസ്. എനിക്ക് എല്ലാവരെയും കുറിച്ച് നേരിട്ട് അനുഭവമില്ല, അനുഭവമുള്ള ഒരാളെക്കുറിച്ച് മാത്രം പറയാം, അഗസ്ത്യർ. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരു വളരെ പെക്യുലറായ ശൈലിയുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിലും 2025-ലും അദ്ദേഹം ഭൂമിയിൽ വളരെ 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 ആക്റ്റീവാണ്, എങ്ങോട്ടും പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, രാമായണത്തിൽ നോക്കിയാൽ അവിടെയുണ്ട്, ശിവപുരാണത്തിൽ നോക്കിയാൽ ശിവൻ്റെയും ദേവിയുടെയും വിവാഹ സമയത്ത് അദ്ദേഹത്തിൻ്റെ റോള് വരുന്നുണ്ട്, അവിടെയുണ്ട്. മറ്റു പല കഥകളെടുത്താൽ അവിടെയും വരുന്നുണ്ട്. ഇതാണ് റിസർച്ചേഴ്സിനെ കുഴപ്പിക്കുന്നത്. അതായത് ഈ ഒരു സിദ്ധയോഗി, ഈ ഒരു യോഗി മാത്രമേ ഒരേ സമയം പല പല യുഗങ്ങളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. രണ്ടും വേറെ വേറെ ടൈം ലൈനാണ്, പക്ഷെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റ് ചില സമയത്ത് ഈക്വൽ ദിവസങ്ങൾ, ഇപ്പോൾ പുരാണത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഞാൻ എഗെയിൻ മനസ്സിലാവാൻ പറയാണ്, ഇന്ന് ട്യൂസ്ഡേ മഹാഭാരത യുദ്ധം നടക്കുകയാണെന്ന് വിചാരിക്കും, അവിടെ അഗസ്ത്യറുണ്ട്. അതേ ട്യൂസ്ഡേ മറ്റേതോ സ്ഥലത്ത് ഏതോ ഒരാൾക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അവിടെ അഗസ്ത്യറുണ്ട്. മറ്റൊരു സ്ഥലത്ത് ആരോ പുതിയതായിട്ട് യോഗയിൽ ദീക്ഷ സ്വീകരിക്കുന്നുണ്ട്, അഗസ്ത്യരുടെ എന്ന്. അതും സെയിം ട്യൂസ്ഡേ സെയിം ടൈം, ഒരേ സമയം പല സ്ഥലത്ത് പല രീതിയിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദർ ആർ ഡേറ്റ. ഇതാണ് അഗസ്ത്യർ. കാരണം ഇദ്ദേഹം എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന പോലെ. അതായത് അദ്ദേഹത്തിനും അതുപോലെ നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുത്ത് ഏത് യോഗ എടുത്താലും നോക്കിക്കോളൂ, എല്ലാ സമയത്തും ഈ ലോകം എത്രത്തോളം കലിയുഗം എന്ന് പറഞ്ഞാലും, എത്രത്തോളം നെഗറ്റീവായാലും, എത്രത്തോളം മോശമായാലും, അവിടെയൊക്കെ വളരെ റെയറായിട്ട് ചില ജന്മങ്ങൾ ജനിക്കും. അവരെ കൊണ്ട് ഭൂമിക്ക് വലിയ ഉപകാരമായിരിക്കും. ഇനി ഭൂമിക്ക് ഉപകാരം ഉണ്ടോ ഇല്ലയോ, അവർക്ക് ശേഷം വരാൻ പോകുന്ന പല ക്രിയേഷൻസിനും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പല സുപ്രീമായിട്ടുള്ള യോഗികൾക്കും ഈ ഒരു വ്യക്തി കാരണം ഒരുപാട് ഹെൽപ്പുകൾ റിസീവ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. നമ്മൾ പറയില്ല, ഒരു വളരെ പ്രധാനപ്പെട്ട ജന്മമാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ അവർ വളരെ സിൻസിയറായിട്ടുള്ള സാധകരായിരിക്കും. അതായത് തല പോയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ സാധന മുടക്കില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ദേ ഡോണ്ട് കെയർ. അവർക്ക് ഇവിടെ എത്തണം അവിടെ എത്തണം അതല്ല, അവർക്ക് അവരുടെ സാധന, പ്രാക്ടീസ്, സിൻസിയറിറ്റി,
ഒരു അഗ്നി പോലെ ജ്വലിച്ചു കൊണ്ടേയിരിക്കും. സ്വയം അവരുടെ പ്രാണൻ കളഞ്ഞിട്ടാണെങ്കിൽ അവർ തപസ് ചെയ്ത് കൊണ്ടേയിരിക്കും. ഇങ്ങനെ വളരെ ഫയറി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത്തരം സാധകരെ അപ്രോച്ച് ചെയ്യുന്നത് യോഗികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്, എസ്പെഷ്യലി അഗസ്ത്യർ. എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഈ അഗ്നിയെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സാമർത്ഥ്യത്തിന് മാച്ചായ ഒരു ഗുരു ഭൂമിയിൽ ഉണ്ടാവില്ല. മനുഷ്യ ശരീരത്തിലും ചില ഗുരുക്കന്മാർ വരാറുണ്ട്, യൂട്യൂബ് ഗുരുക്കളല്ല, ഞാനതല്ല പറയുന്നത്. പക്ഷേ മറ്റ് പല ആൾക്കാർ നമുക്കൊരിക്കലും അറിയാൻ ചാൻസ് ഇല്ലാത്ത, നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത പല മേഖലകളിൽ വളരെ ഐസൊലേറ്റ് ആയിട്ട് ഒരു ഗുഹയിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു താമസിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. വലിയ ആൾക്കാരായിരിക്കും, അവർക്ക് വിദ്യാഭ്യാസം പോലും ഉണ്ടാവില്ല, ഒന്ന് വായിക്കാനോ എഴുതാനോ പോലും അറിയില്ല. പക്ഷേ ദേ ആർ ദ അൾട്ടിമേറ്റ് യോഗീസ്. അങ്ങനെ ചില റെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് മാത്രമാണ് ഇത്തരം സ്പെഷ്യൽ കുട്ടികളെ, ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധകരെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതും റെയർ ആയിട്ടുള്ള സമയത്ത്. മീൻസ് ആ ഒരു പേഴ്സൺ, ആ ഒരു ഗുരു ജനിക്കുന്ന സമയത്ത് തന്നെ ഈ സാധകൻ ജനിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. ചിലപ്പോൾ ആ ഗുരു സമാധിയായിട്ടുണ്ടാവും, ഈ കുട്ടി ഏതോ സമയത്ത് ജനിക്കുന്നു, ഓരോരുത്തരുടെ കർമ്മ അനുസരിച്ചിട്ടാണ് ജനിക്കുക. ഇങ്ങനെ ജനിക്കുന്ന ആ ഒരു സാധകന് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ ഗൈഡ് ചെയ്യാൻ സാമർഥ്യമുള്ള ഒരു ഗുരു ഉണ്ടാവില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ സട്ടിൽ ബോഡിയായിട്ട് ഭൂമിയിലിരിക്കുന്ന പല മഹായോഗികളാണ് ഇവർ അപ്രോച്ച് ചെയ്യുക. അവർക്ക് പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഒരു മനുഷ്യ ഗുരുവിൻ്റെ, മനുഷ്യ ടീച്ചറുടെ ആവശ്യമില്ല. അവർക്ക് ഈവൻ പല സമയത്തും നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ഉള്ളതുപോലെ പറയാണ്. അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. കാരണം കറക്റ്റ് സമയത്ത് ഓരോരോ എവല്യൂഷൻ ടൈമിൽ അവരുടെ മൈൻഡ് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ പല ഗുരുക്കന്മാരും അവരെ അപ്രോച്ച് ചെയ്യും. അവർക്ക് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ക്ലാസിക്കലി അതിൻ്റെ പ്യൂറസ്റ്റ് ഫോമിൽ നിലനിന്നിരുന്ന ശാസ്ത്രങ്ങൾ ഇവർക്ക് പകർന്നു കൊടുക്കും. അത് യോഗശാസ്ത്രമായിരിക്കാം, മറ്റ് പല സംഭവങ്ങളായിരിക്കാം. എന്താണോ ആ ഒരു വ്യക്തിക്ക് ആവശ്യം അതനുസരിച്ച് ഈ യോഗികൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കും. അത് ദീക്ഷയായിട്ട് നൽകാം, ചിലപ്പോൾ ഒരു സിംഗിൾ എനർജി ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ടീച്ചിങ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പലവിടെയും കണ്ട ഇൻ്റർവ്യൂസ് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ആ വീഡിയോയിൽ ആ ആൾ അങ്ങനെയല്ലേ പറഞ്ഞത്, അവരുടെ സ്വപ്നത്തിൽ ശിവൻ വന്നു, ദേവി വന്നു എന്നൊക്കെ. അതല്ല കേട്ടോ ഇത്. അതും ഇതും യാതൊരു ബന്ധവുമില്ല. ഒരു എക്സാമ്പിളായിട്ട് പറയാം. TRS ക്ലിപ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, രൺവീർ അലഹബാദിയ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് പല യൂട്യൂബ് ചാനൽസ് ഉണ്ട്, പലതും പല വിഷയങ്ങളെ കവർ ചെയ്യുക. അതിലൊരു പ്രധാന, അത് TRS ആണോ രൺവീർ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഒരു യൂട്യൂബ് ചാനൽ സ്പിരിച്വൽ ടോപ്പിക്സാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുക. അപ്പോൾ ഇതിൽ എല്ലാവരും വരുന്ന സ്പിരിച്വൽ ഗസ്റ്റുകളാണ്. ഈ സ്പിരിച്വൽ ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും അവരുടേതായ കഥകളുണ്ടാവും. ചിലർ പറയുന്നു ശിവനെ കണ്ടു, ചിലർ പറയുന്നു ശരീരത്തിൽ ശിവൻ കയറി, മറ്റു ചിലർ പറഞ്ഞു ഭൈരവനെ കണ്ടു, ചിലർ പറഞ്ഞു കാളിനെ കണ്ടു, മറ്റു ചിലർ പറഞ്ഞു കാളി അവരിനെ എന്തൊക്കെയോ പഠിപ്പിച്ചു, അവരുടെ ബോഡിയിൽ എന്തോ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് മുഴുവൻ ഒന്നില്ലെങ്കിൽ ഒരു ഹാലൂസിനേഷനാണ്, ഒരു തോന്നൽ. സ്വയം ആ ഒരു ഭക്തി മൂത്ത് ഭ്രാന്താവ് എന്ന് പറയില്ലേ, ഒരു സെൽഫായിട്ട് ക്രിയേറ്റ് ആവുന്ന ഒരു ഹാലൂസിനേഷൻ. അല്ലെങ്കിൽ ഇവർ ഫേക്കാണ്. വെറും പേരും പ്രശസ്തിക്കും പണത്തിന് വേണ്ടി മാത്രം വേഷം കിട്ടുന്ന ചില ജോക്കേഴ്സ് മാത്രമായിരിക്കും. ഞാൻ ഇങ്ങനെ പറയുന്നത് വെറുതെയല്ല. വാസയോഗ, സിദ്ധയോഗ, അതുപോലെ തന്നെ ക്രിയായോഗ ട്രഡീഷൻസിലൊക്കെ ഒരു നിയമമുണ്ട്. ക്രിയായോഗയിലും വാസയോഗയിലൊക്കെ ഓപ്പണായിട്ട് പറയും, നിങ്ങളൊരു ലെവല് കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇത്തരം സൂക്ഷ്മ ശരീരത്തിലുള്ള യോഗികൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്തായാലും അപ്രോച്ച് ചെയ്യും. ആര് വരെ എപ്പോൾ വരുന്നൊന്നും പറയാൻ സാധിക്കില്ല, വന്നിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഷട്ടപ്പ്. ഇതവിടുത്തെ നിയമമാണ്. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഷട്ടപ്പ്. ആര് വന്നു, എന്തിന് വന്നു, എപ്പോൾ വന്നു, അവരെന്ത് പഠിപ്പിച്ചു, എന്ത് ചെയ്തു, ശരിക്കും അങ്ങനൊരു സൂക്ഷ്മ ശരീരത്തിലുള്ള യോഗി അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഈവൻ ഡയറ്റിയാണ്, ഞാൻ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒരു മൂർത്തിയാണെങ്കിലും, മൂർത്തികളും വരാം, അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അവരത് ഒരിക്കലും പുറത്തു മിണ്ടില്ല. യഥാർത്ഥ ജെനുവനായ ആളുകൾ ഒരു കാരണവശാലും അത് പുറത്ത് മിണ്ടാൻ പാടില്ല. ഇതൊരു നിയമമാണ്. അപ്പോൾ ഡൗട്ട് തോന്നും, ഏത് ക്രിയായോഗിയാണ് വാസയോഗിയാണ് ഇങ്ങനെ പറഞ്ഞത്? ഒരുപാട് റെഫറൻസ് ഉണ്ട്. ഒന്ന് ആഴത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫേമസ് ആയിട്ടുള്ള പേരുകൾ ഉണ്ടാവില്ലേ, അവരെടുത്ത് സെർച്ച് ചെയ്തോളൂ, അവരുടെ പുസ്തകങ്ങളെടുത്ത് ചെക്ക് ചെയ്തോളൂ. അവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രോഗ്രസ് വന്നാലും പുറത്ത് മിണ്ടരുത്, നിങ്ങൾക്ക് എന്ത് അനുഭവങ്ങൾ വന്നാലും ഷെയർ ചെയ്യരുത്, അത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകും. അതവർ ബേസിക്കായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ട്രഡീഷണൽ ആൾക്കാർ സ്ട്രിക്റ്റായിട്ട് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടു പോവോ ഇല്ലയോ എന്നുള്ളതല്ല, പറയരുത്.
ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി ഇതിനേക്കാളും വലിയൊരു പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ ശിവൻ ദേവിക്ക് ടീച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ശിവൻ പാർവതി ദേവിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലോകത്തിന് അവൈലബിൾ ആവുന്ന വെറും 2-3 അതിൻ്റെ പ്രൂഫുകളും റൈറ്റിങ്സ് മാത്രമാണ്. അതോ മറ്റ് പല യോഗികളും അതിനെ പെർസീവ് ചെയ്ത് അവരായിട്ട് എഴുതി ഒരുപാട് സൃഷ്ടികൾക്ക് ശേഷമാണ് അത് ലോകത്തിൻ്റെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ 2-3 ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, കോടിക്കണക്കിന് ടീച്ചിങ്സ് ശിവൻ ദേവിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ശിവൻ എല്ലായ്പ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അങ്ങനത്തെ നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ വിഗ്യാൻ ഭൈരവ തന്ത്ര, ആ ഒരു ബുക്ക് എടുത്താൽ ശിവൻ ദേവിക്ക് പഠിപ്പിക്കുന്ന 112 മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. അതിലാദ്യം തന്നെ പറയുന്നത് ഒരു കോഷനാണ്, ഒരു വാർണിംഗ് ആണ്. ദേവി ഒരു കാരണവശാലും ഇത് പുറത്ത് പറയരുത്, ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത്, ദേവിയുടെ സഖിമാർക്ക് പോലും ഇത് അറിയരുത്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ദേവിയുടെ സഖിമാർക്ക് പോലും, സഖി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ രാജകുമാരികൾ അവരുടെ കൂടെ ഒരു ഹെൽപ്പിംഗ് ആയിട്ട് 2 പേരുണ്ടാവും. കൈലാസത്തിലും ദേവിയുടെ കൂടെ 2 പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ പോലും അറിയരുത് എന്ന് ശിവൻ എടുത്തു പറയുന്നുണ്ട്. വെറുതെ പറയില്ലല്ലോ, ഇതൊരു റൂളാണ്. ശിവൻ മുതൽ ഇത്രയും സൃഷ്ടികൾ പാലിക്കുന്ന ഒരു നിയമമാണത്. എന്ത് ഇത്തരം അനുഭവങ്ങൾ വന്നാലും ഷട്ടപ്പ്. അത് പുറത്ത് ഷെയർ ചെയ്ത 2 കാര്യം. ഒന്ന്, ഹാലുസിനേഷൻ, അവരൊരു മായാലോകത്താണ്, സ്വയം നമ്മളില്ലാത്തത് കാണുന്ന ഒരു മെൻ്റൽ ഇൽനെസ്സിലാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എ മേഡപ്പ് സ്റ്റോറി, ഒരു കഥ. ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് അട്രാക്റ്റ് ആവുമല്ലോ, ആ പരിപാടിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അതാണ് ഞാനൊരു വാർണിംഗ് ഇവിടെ തന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ മെയിൻ ടോപ്പിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ സിദ്ധന്മാർ ഇത്തരം സൂക്ഷ്മ ശരീരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അവരെന്താണ് പഠിപ്പിക്കുക? അതിനുള്ള ഉത്തരം, ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ കപ്പാസിറ്റി. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ കാര്യം തീരുമാനിക്കുക. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വളരെ ജെൻറ്റിലാണെന്ന് വിചാരിക്കുക, വളരെ കമ്പാഷനുള്ള, എല്ലാവരും ക്ഷമിക്കാൻ മനസ്സുള്ള, ഹൃദയം നല്ല ഓപ്പണായിട്ടുള്ള, ഒരുപാട് ഭക്തിയും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു നേച്ചറായിട്ട് മാച്ചിങ് ഉള്ള ഒരു യോഗിയായിരിക്കും. ഞാൻ അഗസ്ത്യർ എന്നെ വരുന്നല്ല പറയണത്, എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു, പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആര് വരുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു നേച്ചർ അനുസരിച്ച് ആ നേച്ചറുള്ള ഒരുപാട് യോഗികളുണ്ടാവും. അതിൽ നിങ്ങളുമായിട്ട് അബ്സല്യൂട്ട് മാച്ചുള്ള ഒരു യോഗിയായിരിക്കും നിങ്ങളെ സൂക്ഷ്മ ശരീരത്തിൽ അപ്രോച്ച് ചെയ്യുക. അതിനനുസരിച്ചുള്ള ടീച്ചിങ് ആണ് കൊടുക്കുക. ഇപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു ഉണ്ടായിരുന്നു. അവരുടെ പേര് എനിക്കിപ്പോൾ എന്നെ കറക്റ്റ്, എൻ്റെ ആനന്ദമയി, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ആനന്ദമയി എന്നാണ് അവരുടെ പേര്. ഗ്രേറ്റ് യോഗിനി. അവർക്ക് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. സൂക്ഷ്മ ശരീരമാണ് ഇവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്, എല്ലാം ചെയ്തിരിക്കുന്നത്. അവരുടെ നേച്ചർ ഭക്തിയാണ്, സ്നേഹമാണ്, ഫോർഗീവ്നെസ് ആണ്. ആ നേച്ചറിലൊരു യോഗി അല്ലെങ്കിൽ ഒരു യോഗിനി ആണ് അവരെ അപ്രോച്ച് ചെയ്ത് അവരതിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതേസമയം നിങ്ങൾ നല്ല ഫയറാണ് വിചാരിക്കുക, അഗ്നിയാണെന്ന് വിചാരിക്കുക, ആളി കത്തുന്ന ഒരാളാണ് വിചാരിക്കുക, നിയമങ്ങൾ അനുസരിക്കാത്ത, ഒന്നിനെയും മതിക്കാത്ത ഒരു ഭയങ്കരമായ ഒരു അഗ്നിയാണ് വിചാരിക്കുക. ആ മാച്ചുള്ള യോഗികളായിരിക്കും നിങ്ങളുടെ അടുത്ത് വരിക. അഗസ്ത്യർ അതുമായിട്ട് മാച്ചുള്ള ആളാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ്. എന്താണ് കറക്റ്റായി നിങ്ങൾക്ക് പഠിപ്പിക്കുക നമുക്ക് അറിയില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. നിങ്ങളുടെ നേച്ചർ എന്താണോ ആ രീതിയിലാണ് അവരുടെ പഠനങ്ങൾ, അവർ നിങ്ങൾക്ക് തരുന്ന ട്രാൻസ്ഫറിങ്ങും എല്ലാം സംഭവിക്കുക. ഇപ്പോൾ അഗസ്ത്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഹീ ഈസ് വെരി ക്ലോസ് ടു ശിവ. ശിവനും അഗസ്ത്യരും തമ്മിൽ എന്നോട് ചോദിച്ച വ്യത്യാസമില്ല എന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് അഗസ്ത്യർ ഇംപ്രസ് ചെയ്യാൻ സാധിച്ച ശിവൻ ഇംപ്രസ്സായി എന്ന് കരുതിക്കോളൂ, ശിവൻ ഇംപ്രസ് ചെയ്യാൻ സാധിച്ച അഗസ്ത്യർ ഇംപ്രസ്സായി എന്ന് കരുതിക്കോളൂ. മറ്റു ചില സമയത്ത് ശിവന് എത്താൻ പറ്റാത്ത സമയങ്ങളുണ്ടാവും, ഒരുപക്ഷെ അവിടെ പ്രവേശിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ അഗസ്ത്യറാണ് പോവുക. അതുമായിട്ട് സിമിലാരിറ്റിയുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്ക് കാണാനും സാധിക്കും. ശിവനെ ചെയ്യാൻ പറ്റും, ശിവനെ ചെയ്യാൻ പറ്റും, പക്ഷേ സംഭവം അദ്ദേഹത്തിന് അവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അവിടെ അഗസ്ത്യരായിരിക്കും. അതേപോലെ ഏതൊക്കെ സാധകരെ അഗസ്ത്യർ സമീപിക്കുന്നോ അതിനർത്ഥം ശിവൻ സമീപിക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് അഗസ്ത്യരുടെ സ്പെഷ്യാലിറ്റി. ഹി ഈസ് വെരി വെരി ഈക്വൽ ടു ശിവ. ഇനി അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ക്യൂരിയോസിറ്റി ആയിട്ടുണ്ടാവും, വാട്ട് ടു ഡു. അതായത് ഇങ്ങനെ ഒരു അപ്രോച്ചിങ് എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് എനിക്ക് ഇത്തരം യോഗികളെ അല്ലെങ്കിൽ ഇത്തരം യോഗികൾ എന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആക്ച്വലി നിങ്ങളുടെ
തപസ്സെന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കാതെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനല്ല ഞാനിവിടെ തപസ്സെന്ന് റെഫർ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം ആത്മീയതയിൽ സിൻസിയറാണ്, എത്രത്തോളം ബേണിംഗ് ആണ്, എത്രത്തോളം ഷാർപ്പാണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആത്മീയതയിൽ കറങ്ങുന്ന ഒരാളാണ് വിചാരിക്കുക. വെറും എൻ്റർടൈൻമെൻറ്റ്. കുറച്ച് ആ വീഡിയോ കാണുന്നു, എക്സൈറ്റ് ആവുന്നു, ഈ വീഡിയോ കാണുന്നു, എക്സൈറ്റ് ആവുന്നു, കുറച്ച് ആ വീഡിയോ കാണുന്നു, ത്രില്ലിംഗ് ആവുന്നു, പിന്നെ ഇത് കാണുന്നു, പിന്നെ അത് കാണുന്നു. ഇഫ് ദിസ് ഈസ് യുവർ തിങ്, ദെൻ ഇതിനെക്കുറിച്ച് മറക്കുക. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. യൂട്യൂബിലോ ബുക്കിലോ ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ദൈവത്തെ കണ്ടു, എന്നെ അവരെ കണ്ടു, ഇവരെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. അത് വെറും ഹാലൂസിനേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഒരു ഫെയിം മാത്രമാണ്. അവരെയാണ് നമ്മൾ സ്പെഷ്യലി യൂട്യൂബ് ഗുരുക്കന്മാർ എന്ന് പറയുക, നോട്ട് റിയൽ ഗുരുക്കന്മാർ. അപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണ് നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യും. പക്ഷേ ശരിക്കും ഒരു എവല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്തരം സൂക്ഷ്മ ശരീരത്തിലുള്ള യോഗികൾ തന്നെ നിങ്ങളെ സഹായിക്കും. എന്തിനാണ് അവർ വന്ന് സഹായിക്കുന്നത്? ഇപ്പോൾ ഇത്തരം ഗുരുക്കന്മാർ മനുഷ്യരായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അവർ വരണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം, നമ്മളിരിക്കുന്ന ഈ ഒരു സമയം, നമ്മൾ ജീവിക്കുന്ന ഒരു കാലം, സ്പിരിച്വാലിറ്റി ഏറ്റവും കൂടുതൽ കറപ്റ്റഡാണ്, കോളമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഏത് സത്യം, ഏത് അസത്യം, ഏത് വിശ്വസിക്കാം, ഏത് വിശ്വസിക്കാൻ പാടില്ല, ഏതാണ് വർക്കാവുക, ഏതാണ് വർക്കാവാത്തത്, ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കാൻ പാടില്ല. ഇങ്ങനൊരു ലോകത്ത് നമ്മൾ എന്ത് ധൈര്യത്തിലാണ് പലരെയും നമ്മൾ തിരഞ്ഞെടുക്കുക? നമ്മൾക്കൊരു ഇൻറ്റ്യൂഷൻ, ഒരു ഉള്ളിൽ നിന്നൊരു ട്രസ്റ്റ് വന്നു, നമ്മളെടുത്തു, ഓക്കെ ഫൈൻ. പക്ഷേ ഒരു മനസ്സിലൊരു ത്രില്ല് വന്നു, അവർ പറയുന്നത് കേട്ട് നിങ്ങൾ മയങ്ങി, നിങ്ങൾ അതിന് പിന്നാലെ പോയി, എന്തൊക്കെയോ പ്രോമിസ് ചെയ്തു, ആ പ്രോമിസുകൾ വിശ്വസിച്ച് പോയി, നിങ്ങൾ എങ്ങനത്തെ സീക്കറാണ്? അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റൊരു കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻസിറ്റിയെ ഈ ലോകത്തിന് താങ്ങാൻ പറ്റാത്ത ലെവലെത്തുമ്പോഴാണ് ഇത്തരം സൂക്ഷ്മ ശരീരത്തിലുള്ള മഹായോഗികളും സിദ്ധരും നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് വരിക. ഞാൻ ടീച്ചർ എന്ന് പറയുന്നില്ല, ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം മൾട്ടിപ്പിൾ ഗുരുക്കന്മാർ വരും. നിങ്ങൾ അത്രയും തേജസ്സുള്ള, നിങ്ങൾക്ക് അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള, വളരെ വളരെ പൊട്ടൻഷ്യലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കൊരു റിലീജൻ്റെയും ആവശ്യമില്ല. ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, യോഗ. ബാക്കിയുള്ള കാര്യം ഈ പറയുന്ന യോഗികൾ തന്നെ നോക്കിക്കോളും. സോ എങ്ങനെ അവരെ കൊണ്ടുവരണം എന്നുള്ളത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നുള്ള മെത്തേഡല്ല, ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കല്ല, മന്ത്രങ്ങളല്ല. അങ്ങനെ ചീപ്പായിട്ട് വരുന്നവരല്ല ഇങ്ങനത്തെ യോഗികൾ. അവർക്ക് അവരുടേതായ കണ്ടീഷനുണ്ട്, സ്ട്രിക്റ്റായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മാച്ചായി കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്കും വരും. അത് 18 സിദ്ധന്മാരിൽ ഒരാളായിരിക്കാം, നിങ്ങൾക്ക് പേരോ ഒന്നും അറിയാത്ത ഏതെങ്കിലും ഒരു യോഗിയായിരിക്കാം, ഓർ ഇൻ സം കേസസ്, ഏറ്റവും റയറസ്റ്റ് കേസസിൽ ചിലപ്പോൾ ആ ദൈവമൂർത്തികൾ തന്നെയായിരിക്കും.